ശ്രദ്ധിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നതാണ് കോക്കോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് വായിക്കോ. കണ്ടോ, ദിസ് ഇസ് എ നൈസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതാണ് കൺസെപ്റ്റ് അല്ല, കോൺസെപ്റ്റ്. ഓക്കെ, കുറെ ആളുകൾ കൺസെപ്റ്റ് എന്ന് പറയാറുണ്ട്. ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ്. ഓക്കെ, ദിസ് ഇസ് എ നൈസ് കോൺസെപ്റ്റ്. ഇപ്പൊ ആ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി, ആ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല, അങ്ങനെയൊക്കെ പറയില്ല. അപ്പൊ അത് കോൺസെപ്റ്റ് ആണ്, കൺസെപ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ അതാണ് ഒരു കോ. ഇനി രണ്ടാമത്തെ കോയാണ് ഇപ്പോ കണ്ടന്റ്, കോണ്ടന്റ്. അതിലേതാ ശരി? കണ്ടന്റ് ആണോ കോണ്ടന്റ് ആണോ? കണ്ടന്റ്. അപ്പൊ കുറെ ആൾക്കാർ കണ്ടന്റ് എന്ന് പറയും. ശരിക്കും രണ്ടും ശരിയാട്ടോ. കണ്ടന്റ് എന്ന് പറഞ്ഞാലും കോണ്ടന്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. പക്ഷെ രണ്ടിനും രണ്ടർത്ഥങ്ങൾ. അതാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കണ്ടന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ സംതൃപ്തിയുള്ള അവസ്ഥ. ഇപ്പൊ ഞാൻ പറയണേ, ഇപ്പൊ ഞാൻ എന്റെ ഫാമിലി ലൈഫിൽ സംതൃപ്തനാണ്. അതെങ്ങനെ പറയാം? ഐ ആം കണ്ടന്റ് വിത്ത് മൈ ഫാമിലി ലൈഫ് എന്ന് പറയാം. ഐ എം കണ്ടന്റ്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം. അപ്പൊ അതിന്റെ കോണ്ടന്റ് എനിക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ, അത് കോണ്ടന്റ് ആണ്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം. കണ്ടന്റ് എന്താ പറഞ്ഞാൽ സംതൃപ്തിയുള്ള അവസ്ഥ. അപ്പൊ ഈ കോ ശരിക്കും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇത് പുതിയൊരു അറിവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കോമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. 2 മാസത്തെ കോഴ്സാണ്, വളരെ ചെറിയ ഫീ ആണ്. ബയോളോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.